നമസ്കാരം. കൂത്തുപറമ്പിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. ഷാഹുൽ ഹമീദ്, ഭാര്യ നദീറ ഷാഹുൽ ഹമീദ് എന്നിവരെ മുസ്ലിം ലീഗ് നേതൃത്വം പുറത്താക്കി. ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഷാഹുൽ ഹമീദ്. കൂത്തുപറമ്പ് LDF സ്ഥാനാർത്ഥി പി.കെ. പ്രവീണിന്റെ പോസ്റ്റർ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയ നദീറയെ വനിതാ ലീഗ് ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കിയിട്ടുണ്ട്. കൂത്തുപറമ്പ് പരാജയം പഠിക്കാൻ ലീഗ് അന്വേഷണ കമ്മീഷനെയും നിയമിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പിലെ UDF സ്ഥാനാർത്ഥിയായ ലീഗിലെ ജയന്തി രാജനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ചരട് വരിച്ചു എന്ന ആരോപണത്തിന്റെ പേരിലാണ് നടപടി. ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. LDFനായി വോട്ട് മറച്ച പ്രശ്നം കണ്ണൂർ ലീഗിൽ പുകയുകയും ചെയ്തതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി വന്നത്. സ്ഥാനാർത്ഥി എന്നതിലുപരി ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ജയന്തി. അതുകൊണ്ട് തന്നെയാണ് ലീഗ് നേതൃത്വം നടപടിയുമായി മുന്നോട്ട് വന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ജയന്തി രാജൻ 1286 വോട്ടിനാണ് LDFന്റെ പി.കെ. പ്രവീണിനോട് പരാജയപ്പെട്ടത്. കേരളത്തിലെ UDF തരംഗം കൂത്തുപറമ്പിൽ ഏശിയിരുന്നില്ല. ഇതിൽ UDF നേതാക്കൾ സംശയാടുക്കളായിരുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയന്തി രാജന് 69,182 വോട്ടുകൾ ലഭിച്ചപ്പോൾ RJDയുടെ പ്രവീണിന് 70,448 വോട്ടുകളാണ് ലഭിച്ചത്. ഇതോടെയാണ് ജയന്തിയുടെ തോൽവി ലീഗിൽ പുകഞ്ഞു തുടങ്ങിയത്. കൂത്തുപറമ്പിലെ ലീഗിൽ കാലങ്ങളായി ഗ്രൂപ്പിസം നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിസത്തിന്റെ ഇരയാണ് ജയന്തി രാജൻ എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ലീഗ് നേതാവ് ഷാഹുൽ ഹമീദിന്റെ കീഴിലുള്ള സംഘം വളരെ ബോധപൂർവം ജയന്തിക്കെതിരെ കളിച്ചുവെന്നും ജയന്തിയുടെ കപ്പൽ മുങ്ങിയതല്ല മുക്കിയതാണ് എന്നുമാണ് ഒരു വിഭാഗം ആരോപിച്ചത്. ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഫണ്ട് ഒഴുകിയപ്പോഴും കൂത്തുപറമ്പിൽ ഫണ്ട് എത്തിയിരുന്നില്ല. ഇത് ജയന്തിയുടെ പ്രചാരണത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു. ലീഗിലെ സീറ്റ് മോഹികളാണ് ജയന്തിയെ തോൽപ്പിച്ചതെന്നാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ആരോപണം. ജനറൽ സീറ്റിലാണ് ജയന്തി മത്സരിച്ചത്. ഇവിടെ സീറ്റ് ചില ലീഗ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർക്ക് നൽകാതെയാണ് ജയന്തിക്ക് നൽകിയത്. CPMലെ ഗ്രൂപ്പിസം കണ്ണൂർ ജില്ലയിൽ ശക്തമായിരുന്നു. CPMലെ വിഭാഗീയതയും പുറത്താക്കലും കണ്ണൂരിലെ LDF സാധ്യതകളെ ബാധിച്ചപ്പോൾ അത് കൂത്തുപറമ്പിലും പ്രതിഫലിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പാനൂർ നഗരസഭ ഉൾപ്പെടെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ആണ് ഭരിക്കുന്നത്. ഇവിടെയൊക്കെ ജയന്തിക്ക് വോട്ട് കുറഞ്ഞുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലീഗിലെ ഗ്രൂപ്പിസം ശക്തമായതോടെ അത് കൂത്തുപറമ്പിലെ UDF സാധ്യതകളെയാണ് ബാധിച്ചത്. ഇതോടെയാണ് ജയന്തിയുടെ തോൽവി ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു വിഭാഗം പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടി വന്നത്.